കശാപ്പിനായി കൊണ്ടുവന്ന പോത്ത് കാരണം ഭീതിയിലായിരിക്കുകയാണ് പെരുമ്പടപ്പ് സ്വദേശിയായ ചെന്നാട്ട് സേവിച്ചേട്ടനും കുടുംബവും. കുട്ടികൾക്ക് പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണെന്നും ഇതുമൂലം തങ്ങളുടെ കൃഷിയിടത്തിനും വീട്ടുപകരണങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചതായി ഉടമസ്ഥൻ. കശാപ്പിനായി കൊണ്ടുവന്ന പോത്താണ് കൊച്ചി പെരുമ്പടപ്പിലെ ഒരു കുടുംബത്തിന് കൊല്ലാപ്പിലായി മാറിയിരിക്കുന്നത്. ഒരാഴ്ചയോളമായി ദുരിതം അനുഭവിക്കുകയാണ് സനാതന റോഡിൽ ചെന്നാട്ട് സേവിച്ചേട്ടനും കുടുംബവും. ഡിസംബർ 24-ന് കശാപ്പിനായി കൊണ്ടുവന്ന പോത്ത് അവരുടെ പ്രദേശത്തേക്ക് ഓടിക്കയറി. വിരണ്ടോടിക്കയറിയ പോത്ത് വീട്ടുവളപ്പിൽ കയറി അടുക്കളയിലും കൃഷിയിടങ്ങളിലും മറ്റും നാശം വിതച്ചു. വീട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് മട്ടാഞ്ചേരി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ അംഗങ്ങളെത്തി വീട്ടുവളപ്പിൽ തന്നെ അതിസാഹസികമായി പോത്തിനെ പിടിച്ചുകെട്ടിയെങ്കിലും ഉടമസ്ഥരാരും ഇതുവരേക്കും അന്വേഷിച്ചു വന്നിട്ടില്ല. പോലീസും നഗരസഭ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും യാതൊരു വിധത്തിലുള്ള പരിഹാരവും കാണാനാവാതെ കൈമലർത്തുമ്പോൾ ദിവസേന ഇതിനെ പരിപാലിക്കുവാൻ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം മുഴുവനും. ഭീതി ഉളവാക്കുന്ന പ്രകൃതക്കാരനായ ഈ പോത്തിനെ പേടിച്ച് കുട്ടികൾക്ക് പോലും വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ്. വീട്ടുകാർക്ക് വീടിന് പുറത്തിറങ്ങാനോ അവരുടേതായ ആവശ്യങ്ങൾ മറ്റിടങ്ങളിലേക്ക് പോകുവാനോ സാധിക്കാത്ത അവസ്ഥയാണ്. 6 ദിവസമായി ഭക്ഷണവും വെള്ളവും കൊടുത്ത് ഷെഡ് കെട്ടി പോത്തിനെ പരിപാലിക്കുന്ന വീട്ടുടമസ്ഥൻ അധികാരികളുടെ മറുപടിയും കാത്ത് എന്തു ചെയ്യണമെന്നറിയാതെ നട്ടം തിരിയുകയാണ്. അപ്പോൾ ഇതിനിടക്ക് ഫയർഫോഴ്സുകാർ ഒരു റിങ് ഉണ്ടാക്കിക്കൊണ്ട് ഈ കുടുക്കുണ്ടാക്കി അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ കുടുക്കിനകത്ത് കാലുകൊണ്ട് കുത്തുകയും ഫയർഫോഴ്സുകാർ ഈ കയറ് വലിക്കുകയും ചെയ്തപ്പോഴേക്കും കാലിൽ കെട്ടി വീണ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ഇതിന് ഓടാനും പിടിക്കാനൊക്കെ ഒന്നും പറ്റിയില്ല. ഉടനെ അവർ വലിച്ചു നിർത്തി. പിന്നെ വേറൊരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് കയറ് കൊണ്ട് കഴുത്തിലൊക്കെ ഒരു കുടുക്കുണ്ടാക്കി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടി ഇതിനെ നിർത്തി. അതിനുശേഷം ഈ എരുമനെ വളർത്തുന്ന ആ സഹോദരൻ വന്നിട്ട് ഇതിനെ ബന്ധിച്ച് കൈയും കാലമൊക്കെ ഇങ്ങനെ കെട്ടിയിട്ട് അത് എരുമ താഴെ വീണു എഴുന്നേറ്റ് നിൽക്കാൻ പറ്റാത്ത രീതിയിലായി. അപ്പോൾ ഹെൽത്തിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്നു, ഇവിടെ 2 പേര് വന്നു. ഉദ്യോഗസ്ഥന്മാർ വന്നു കഴിഞ്ഞപ്പോഴേക്കും അവർ ഉടനെ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇതേപോലെ തന്നെ കെട്ടഴിച്ചിട്ട് നമുക്കിതിനെ അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കില്ല, അപ്പോൾ ഒന്നും കഴിക്കുന്നുമില്ല അത് ഇട്ട് കൊടുത്തിട്ട്. ഉടനെ നമുക്ക് കെട്ടഴിച്ചിട്ട് നമുക്ക് ഇപ്പോൾ ചെയ്തേക്കണ ഒരു 4-5 കയറ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചു കെട്ടി നമുക്ക് അതിനെ ബന്ധിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ രീതിയിലൊക്കെ ചെയ്ത് എഴുന്നേറ്റ് നിന്ന് പിന്നെ ഞാൻ വെള്ളം കൊണ്ട് കൊടുത്ത്, വെള്ളം എന്ന് വെച്ചാൽ ദൂരെ നിന്ന് കൊടുക്കണം, അത് മോട്ടർ വെച്ച് ഇങ്ങനെ അടിച്ചു കൊടുക്കും. പിന്നെ കുളിപ്പിച്ച് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഭക്ഷണം എല്ലാം കഴിക്കും. ഞങ്ങൾ ഏകദേശം 4 വീട്ടുകാരാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ ഗേറ്റ് ഞങ്ങൾ മെയിൻ ഗേറ്റ് വഴിയാണ് കയറി വന്നത്. അപ്പോൾ ആ ഗേറ്റ് ഇത് ഇടിച്ചു പൊളിച്ചിട്ടുണ്ട്, ഗേറ്റ് തകർന്നു പോയി. അതിനുശേഷമാണ് എൻ്റെ വീട്ടിലേക്ക് കയറിയത്. എൻ്റെ വീട്ടിൽ ബാക്ക് സൈഡിലുള്ളായിരുന്ന കൃഷി വാഴകളും അവിടെ കുറേ കൃഷികളുണ്ടായിരുന്നു, കുറേ വാഴകളും പപ്പങ്ങ അതൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കളഞ്ഞ് ഇവിടുത്തെ ഒരു മോട്ടർ ഒടിച്ച് കളഞ്ഞ് അങ്ങനെ കാറ് ഭാഗ്യത്തിന് ഞങ്ങളും എൻ്റെ ഒരു സഹോദരനും കൂടി പെട്ടെന്ന് ഇറക്കിയാണ്. അതിന് നാശനഷ്ടമൊന്നും വന്നില്ല. ബാക്കി ഇവിടെ ഏകദേശം ബാക്ക് സൈഡിലുള്ള ഇതും ചെടിച്ചട്ടികളൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. ഇവിടെ വീട്ടില് ഏറ്റവും എൻ്റെ 2 കുട്ടികളുണ്ട്. അപ്പോൾ അവരാരും പേടിച്ചിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങാത്ത അവസ്ഥയിലാണ്. രാത്രിയൊക്കെ ഞങ്ങൾ വന്ന് കയറുന്നത്, വന്ന് ടോർച്ചൊക്കെ അടിച്ച് ഇവിടെ തന്നെ ഉണ്ടാന്ന് പറഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ രാത്രി കയറുന്നത്. അപ്പോൾ അതാണ് പിള്ളേരാണ് ഏറ്റവും, ഒരാൾക്ക് 8 വയസ്സും ഒരാൾക്ക് 10 വയസ്സും ഉള്ളു. അവർ ആകെ പേടിച്ച് ആകെ വീണ്ടകത്ത് തന്നെ ഇരിക്കുന്ന സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഓൾറെഡി ഫയർഫോഴ്സുകാർ വന്ന് കെട്ടിയ കയറുകളൊക്കെ അഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇനി അധികം നാൾ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ ബാക്കി കയറുകളും കൂടി പൊട്ടിച്ചാൽ ഇത് പുറത്തേക്ക് ഓടിപ്പോയി കഴിഞ്ഞാൽ ഇനി നാശനഷ്ടങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കും എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എല്ലാവരും അധികാരികൾ ഇതിന് നടപടികൾ എടുക്കണം എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR ഒപ്റ്റിക്കൽസ്, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR ഒപ്റ്റിക്കൽസ്, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.